ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പീരിയൻറ്റ് വീഡിയോ ആണ്. അതായത് നമ്മൾ അളക്കാനൊക്കെ ഉപയോഗിക്കുന്ന മെഷീൻ ടൈപ്പ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം. നമ്മുടെ എക്സ്പീരിയൻറ്റ് സക്സസ് ആവുമെന്ന് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക്. നമുക്ക് ആദ്യം വേണ്ടത് ഒരു പഴയ മെഷീൻ ടൈപ്പാണ്. ഇപ്പോൾ ഇതിൻ്റെ റീഡിങ്ങൊക്കെ കംപ്ലീറ്റ് പോയതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചെടുക്കാം. ഇതിൻ്റെ ഔട്ടർ കേസ് അഴിച്ചു കളഞ്ഞതിന് ശേഷം നമുക്ക് ആ റീഡിങ് വരുന്ന ഭാഗം കൂടി ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് വരുന്നൊരു പോർഷനുണ്ട്, ആ പോർഷനാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിന് വീണ്ടും ഒരു ക്യാപ്പ് ഉണ്ട്, അതും കൂടി നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഈ സ്പ്രിങ്ങാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു 3 സ്പ്രിങ്ങുള്ള ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് നമുക്കൊരു 2 ബോട്ടിലിൻ്റെ ക്യാപ്പാണ്. ആ 2 ക്യാപ്പും ചേർത്ത് വെച്ചിട്ട് നമ്മൾ സെൻറ്ററിലൂടെ ഒരു ഹോൾ ഇടുകയാണ്. അടുത്തായിട്ട് നമ്മളൊരു 6 ഇഞ്ച് ലെങ്ത്തുള്ളൊരു ബോൾട്ട് നീളത്തിൽ ഇതുപോലെ ഗ്രൂ ഇടുകയാണ്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ഭാഗം നമ്മളൊരു ഗ്യാപ്പുണ്ട്. എന്നിട്ട് ബോൾട്ടിലേക്ക് ആദ്യം ക്യാപ്പ് കയറ്റിയിടുക. അതിനുശേഷം നമ്മുടെ സ്പ്രിങ് വരുന്ന ടേപ്പിൻ്റെ പോർഷൻ നമ്മൾ ആദ്യം ഇട്ട ഗ്രൂവിൽ ആ സ്പ്രിങ് ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ സ്പ്രിങ് ലോഡാവുന്ന കാണാൻ പറ്റും. ഇതുപോലെ തന്നെ 2 സ്പ്രിങ്ങും അതിലിട്ട് ലോക്ക് ചെയ്യുക. അതിനുശേഷം ക്യാപ്പിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ എല്ലാ സൈഡിലും നമുക്ക് സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്വിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം നമ്മളൊന്ന് തിരിച്ച് നോക്കാം. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ നമുക്ക് റിട്ടേൺ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇതുപോലൊരു PVC പൈപ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും പൈപ്പ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ നമ്മളുണ്ടാക്കിയ യൂണിറ്റ് അതിൽ കയറ്റി വയ്ക്കുക. അതിനുശേഷം അതും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നീട് നമ്മൾ ചെയ്യുന്നത് ആ ബോൾട്ടിൻ്റെ ഒരു സൈഡിൽ നെറ്റിട്ടിട്ട് ഇതുപോലൊരു ഹാൻഡിൽ, നമ്മളൊരു ചെറിയ കമ്പി കൊണ്ട് ഉണ്ടാക്കിയ ഹാൻഡിലാണ്. അപ്പോൾ തിരിക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് കാണാം, സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ വരുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റാൻഡിൽ ഉറപ്പിച്ചിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിവിടെ ഒരു സ്റ്റാൻഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സ്പ്രിങ്ങിൻ്റെ യൂണിറ്റ് ഇവിടെ ഫിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു വാട്ടർ ലെവൽ ഹോസിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ആ ബോൾട്ടിൽ ഒന്ന് കണക്ട് ചെയ്യണം. പിന്നീട് എടുക്കുന്ന ഒരു ഗിയർ മോട്ടറാണ്. ഇതൊരു 12 വോൾട്ട് ഗിയർ മോട്ടറാണ്. അപ്പോൾ അതും ഈ സ്പ്രിങ്ങിൻ്റെ യൂണിറ്റും നമ്മൾ കപ്പിൾ ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ആ ഗിയർ മോട്ടർ ഒരു പിൻ ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്തു. ഇപ്പോൾ സ്പ്രിങ് തിരിയുന്നതിനനുസരിച്ച് ഗിയർ മോട്ടറും തിരിയാനുള്ളൊരു സെറ്റപ്പാണത്. അപ്പോൾ നമ്മൾ സ്പ്രിങ് ലോഡ് ചെയ്യാണ്. ഇപ്പോൾ ഗിയർ മോട്ടർ സ്പ്രിങ്ങിൻ്റെ റിട്ടേൺ ആക്ഷൻ മൂലം തിരിയുന്നതാണ്. അപ്പോൾ ഗിയർ മോട്ടറിൻ്റെ ഒരു എൻഡിൽ നമ്മളൊരു മൾട്ടിമീറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വോൾട്ടേജാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഏകദേശം നമുക്ക് ആവറേജ് ഒരു 9 വോൾട്ട് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഇനി നമുക്കൊരു ബൾബും അതിൻ്റെ അകത്തൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ബൾബിന് പാരലായിട്ടൊരു കപ്പാസിറ്ററും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഫ്ലക്ച്വേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആ കപ്പാസിറ്റർ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ബൾബ് തെളിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് സക്സസ് ആണ്. സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ മൂലം ഗിയർ മോട്ടർ കറങ്ങി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് ഈ ബൾബ് കത്തുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ബൾബ് ഓഫായി. പിന്നെ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ വീണ്ടും വരുമ്പോൾ ബൾബ് ഓണാവുന്നത് കാണാം. നമ്മളിത് റൺ ചെയ്ത് നോക്കിയപ്പോൾ 4 മിനിറ്റും 20 സെക്കൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ബക്ക് കൺവേർട്ടർ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് 4 മിനിറ്റ് എന്തായാലും മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. സ്പ്രിങ്ങിൻ്റെ ലോഡ് ചില സമയത്ത് വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബക്ക് കൺവേർട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സുരാജ്. ബൈ.